സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തിയ അന്തർ സംസ്ഥാന മോഷ്ടാവുമായുള്ള തെളിവെടുപ്പ് പോലീസ് ആരംഭിച്ചിരിക്കുന്നു. മുഹമ്മദ് ഇർഷാദുമായിട്ടാണ് പോലീസിന്റെ തെളിവെടുപ്പ്. ജോഷിയുടെ വീട്ടിലും സമീപ പ്രദേശത്തുമായി തെളിവെടുപ്പ് നടക്കുന്നു. ഇപ്പോൾ വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, ഇപ്പോൾ എവിടെയാണ് ഈ തെളിവെടുപ്പ് നടക്കുന്നത്? വിഷ്ണു, ഉന്മേഷ്, നിലവിൽ ജോഷിയുടെ വീട്ടിലാണ് തെളിവെടുപ്പ് നടക്കുന്നത്. ഇന്ന് വൈകിട്ട് 5:30 കൂടിയാണ് തെളിവെടുപ്പ് ആരംഭിച്ചത്. പനമ്പള്ളി നഗറിലെ മുഹമ്മദ് ഇർഫാനെ എത്തിച്ചു. അതിനുശേഷം ഇയാൾ ഈ സമീപ പ്രദേശങ്ങളിൽ ചില 3 വീടുകളിൽ എത്തിയിരുന്നതായി പോലീസിന് മൊഴി നൽകിയിരുന്നു. ജോഷിയുടെ വീടിന്റെ അപ്പുറത്തുള്ള 3 വീടുകളുടെ മതിൽ ചാടിക്കടന്നാണ് ഇയാൾ ജോഷിയുടെ വീട്ടിലേക്ക് എത്തിയത്. മറ്റു 3 വീടുകളിൽ ചെറിയ രീതിയിൽ മോഷണ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അവിടെ ആ ശ്രമം ഫലം കണ്ടില്ല. പിന്നാലെയാണ് ഇയാൾ ജോഷിയുടെ വീട്ടിലേക്ക് എത്തിയത്. നിലവിൽ ജോഷിയുടെ വീടിന്റെ അകത്ത് ഈ പ്രതിയെ പ്രവേശിപ്പിച്ച് അവിടെ ആ റൂമിനകത്ത് തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. 1,20,00,000 രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും വജ്രാഭരണങ്ങളുമാണ് ഈ വീട്ടിൽ നിന്ന് മുഹമ്മദ് ഇർഫാൻ മോഷ്ടിച്ച് എടുത്തുകൊണ്ടുപോയത്. ആ ആഭരണങ്ങളെല്ലാം തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതെല്ലാം ഇനി വീട്ടുകാർ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ആ നടപടികൾ നിലവിൽ പുരോഗമിക്കുന്നു. 3 ദിവസത്തേക്ക് ഇയാളെ കസ്റ്റഡിയിൽ വിട്ടു. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏതെങ്കിലും തരത്തിൽ പ്രാദേശിക സഹായം മുഹമ്മദ് ഇർഫാന് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതിൽ ഒരു വിശദമായ അന്വേഷണം നടത്തുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. കാരണം 20-ാം തീയതി രാവിലെയാണ് മുഹമ്മദ് ഇർഫാൻ പനമ്പള്ളി നഗറിലേക്ക് എത്തുന്നത്. അതിനുശേഷം രാത്രിയോടുകൂടി ഏകദേശം 1:46 കൂടിയാണ് ഈ വീട്ടിൽ മോഷണത്തിന് എത്തുന്നത്. ആ ഘട്ടത്തിൽ, ആ സമയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രാദേശിക ബന്ധങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലുമായി സംസാരിച്ചിട്ടുണ്ടോ എന്നെല്ലാ കാര്യങ്ങളും പോലീസ് വിശദമായി അന്വേഷിക്കുന്നു. ഇയാൾ ഒരു അന്തർ സംസ്ഥാന മോഷ്ടാവാണ്. മുൻപും സമാനമായ കേസുകളിൽ അറസ്റ്റ് വരിക്കുകയും ജയിൽ കിടക്കുകയും ചെയ്തിട്ടുണ്ട്. 6 സംസ്ഥാനങ്ങളിലായി 19 കേസുകളിൽ പ്രതിയാണ് മുഹമ്മദ് ഇർഫാൻ എന്ന് പോലീസ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇയാൾ എത്തിയ ഘട്ടത്തിൽ ഈ കാർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് മുഹമ്മദ് ഇർഫാനെ മിനിഞ്ഞാന്ന് രാത്രിയോടുകൂടി ഉടുപ്പിയിൽ നിന്ന് കർണാടക പോലീസിന്റെ സഹായത്തോടുകൂടി കേരള പോലീസ് പിടികൂടി. ഇന്ന് രാവിലെ ഇങ്ങോട്ടേക്ക് എത്തിച്ചു. നിലവിൽ 3 ദിവസത്തെ കസ്റ്റഡിയിലേക്ക് വിട്ടു. അതിന്റെ കസ്റ്റഡി ലഭിച്ചതിന്റെ ആദ്യപടിയായി തെളിവെടുപ്പ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കാര്യങ്ങൾ, അതായത് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നേട്ടമായിരുന്നു. 15 മണിക്കൂറിലാണ് ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞതെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഉന്മേഷ്, വിഷ്ണു, ഇപ്പോൾ ഈ പോലീസ് പറയുന്ന കാര്യമുണ്ടല്ലോ, മറ്റ് ഇടങ്ങളിലൊക്കെ പ്രതി കവർച്ചയ്ക്ക് ലക്ഷ്യമിട്ടു, പനമ്പള്ളി നഗറിലെ മറ്റു വീടുകൾ ലക്ഷ്യമിട്ടു, തിരുവനന്തപുരത്ത് സമാനമായ രീതിയിൽ മറ്റൊരു കേസുണ്ട്. അങ്ങനെ ഈ കേരളത്തിലേക്ക് മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് എത്തി കൃത്യം നടത്തി മടങ്ങിപ്പോകുന്നു. ആ രീതിയിലായിരുന്നു മറ്റ് സംസ്ഥാനങ്ങളിലും പ്രതിയുടെ നീക്കം. വിഷ്ണു, ഉന്മേഷ്, അതുതന്നെയായിരുന്നു ശ്രമം. ഇവിടെ നിന്ന് മോഷ്ടിച്ച വസ്തുക്കളുമായി അയാൾ മുംബൈയിലേക്ക് കടക്കാൻ ശ്രമിച്ചു. അവിടെ അത് വിൽപ്പന നടത്താനായിരുന്നു ശ്രമം. പക്ഷേ ആ വിൽപ്പന നടത്തുന്ന അല്ലെങ്കിൽ അങ്ങോട്ടേക്കുള്ള യാത്രക്കിടയിൽ കൃത്യമായി കാറ് പോലീസ് CCTV ദൃശ്യങ്ങളിൽ ഐഡന്റിഫൈ ചെയ്തു. അതിന് നമ്പർ വ്യക്തമാക്കി. അത് മറ്റ് സംസ്ഥാനങ്ങളെ പോലീസിന് ഉദ്യോഗസ്ഥരെ അറിയിച്ചു. അങ്ങനെയാണ് കർണാടകയിൽ വെച്ച, ഉടുപ്പിയിൽ വെച്ച ഇയാൾ ഈ പോലീസിന്റെ പിടിയിലാകുന്നത്. ഇയാളെ പിടികൂടുന്ന ഘട്ടത്തിൽ കാറിൽ നിന്ന് ഈ ആഭരണങ്ങൾ കണ്ടെടുത്തു. അങ്ങനെ കേരള പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഇയാളുടെ ഒരു രീതി ആഡംബര വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുക എന്നുള്ളത് തന്നെയാണ്. മുൻപും സമാനമായ രീതിയിലാണ് ഇയാൾ മോഷണങ്ങൾ നടത്തിയിട്ടുള്ളത്. അതായത് ഈ സ്ഥലത്ത് ആദ്യം എത്തും, അതിനുശേഷം ഈ വലിയ വീടുകളും ആ വീടിന് മുൻപിൽ വലിയ കാറുകളും ഉണ്ട് എങ്കിൽ ആ വീട്ടിൽ മോഷണം നടത്തും. അതാണ് ഇയാളുടെ ഒരു രീതി. മുൻപ് തിരുവനന്തപുരത്ത് ഇത്തരത്തിൽ മോഷണം നടത്തിയിട്ടുണ്ട്. ആ കേസിലെ പ്രതിയാണ്. പക്ഷേ ആ കേസിൽ അയാൾ ശിക്ഷിക്കപ്പെട്ടില്ല. കേരള പോലീസിനെ പിടികൂടാൻ അയാളെ സാധിച്ചിരുന്നില്ല. ആ കേസുമായി ബന്ധപ്പെട്ടും നിലവിൽ ഒരുപക്ഷെ അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്രമൊക്കെ നേരത്തെ സമർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വാറന്റായി പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള ഒരു സാധ്യതയും നിലവിൽ ഉണ്ട്. 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ തെളിവെടുപ്പ് പുരോഗമിക്കുന്നു. പ്രാഥമികമായി അല്ലെങ്കിൽ പ്രാദേശികമായി ഏതെങ്കിലും തരത്തിലുള്ള സഹായം കിട്ടിയിട്ടുണ്ടോ എന്നതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ശരി വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. പ്രതിയുമായുള്ള തെളിവെടുപ്പ് ഇപ്പോൾ നടക്കും.